ഇനി നമുക്ക് വയനാട്ടിലേക്ക് പോകാം അല്ലെ രഞ്ജിത്ത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു കമന്റ് ആണ് ഞാൻ ശ്രദ്ധിച്ച കാര്യം. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ വന്നപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ വയനാടിനെ കുറിച്ച് മറന്നേ പോയി എന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത്. പക്ഷെ അത് വിമർശനമായി ഉന്നയിക്കാൻ പോലും കഴിയില്ല, കാരണം നമ്മൾ ആരും വയനാടിനെ മറന്നിട്ടില്ല. ആ വാർത്തകളും കൃത്യമായി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. വയനാട് പതുക്കെ അവരുടെ സ്വാഭാവിക ജീവിതത്തിലേക്ക്, ഈ നേരത്തെ അവിടെ ജീവിച്ചിരുന്ന പല ആളുകളും നമുക്ക് ഏറ്റവും മോശം സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്നെങ്കിൽ പോലും അവശേഷിക്കുന്നവർ അവർ പഴയ സാഹചര്യത്തിലേക്ക് പതുക്കെ പതുക്കെ മടങ്ങി വരികയാണ്. ക്യാമ്പുകളിൽ നിന്ന് എല്ലാവരും വാടക വീടുകളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ഇപ്പോൾ വേണ്ട അത്യാവശ്യമായ എല്ലാ സഹായങ്ങളും അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലാണ്. വയനാട് പുനരധിവാസ സഹായം തേടി മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രിയെ കാണുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. മേപ്പാടിയിലേത് ഉൾപ്പെടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പ്രവർത്തിച്ച സ്കൂളുകളിൽ അധ്യയനം ഇന്ന് തുടങ്ങും. കാലാവസ്ഥ അനുകൂലമായാൽ ആനടിക്കാപ്പ് മേഖലയിൽ ഇന്ന് തെരച്ചിൽ നടത്തും. എസ് വിനേഷ് കുമാറാണ് നമുക്കൊപ്പം ചേരുന്നത് വയനാട്ടിൽ നിന്നല്ലേ. വിനേഷ്, ഗുഡ് മോർണിംഗ്. വയനാട്ടിൽ സാഹചര്യങ്ങൾ മാറുന്നുണ്ട്, വ്യത്യസ്തമാകുന്നുണ്ട്. അവിടെ പതിയെ പതിയെ സാധാരണ ജീവിതത്തിലേക്ക് അവർ മടങ്ങുന്നുണ്ട്. ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. മുഖ്യമന്ത്രി എന്നുള്ളത് ഡൽഹിയിലാണ്. പ്രധാനമന്ത്രിയെ കാണും എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി വയനാട്ടിലെത്തിയപ്പോൾ നമ്മളൊക്കെ, ഞാനും വിനേഷും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന് പ്രഖ്യാപിച്ച കാര്യം, അന്നത്തെ യോഗത്തിൽ പറഞ്ഞത് സാമ്പത്തികം വയനാട് പുനരധിവാസത്തിന് ഒരു തടസ്സമാകില്ല എന്നാണ്. അതൊരു വലിയ പ്രതീക്ഷയാണ് കേരളത്തിന് നൽകിയത്, വയനാട്ടുകാർക്ക് നൽകിയത്. അത് മുഖ്യമന്ത്രി കൂടി ചെന്ന് അവിടെ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിയുമ്പോൾ പ്രതീക്ഷിക്കണം കൂടുതൽ സഹായങ്ങൾ. രഞ്ജിത്ത്, ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. എന്തായാലും കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ സഹായം ലഭിക്കും എന്ന് തന്നെയുള്ളൊരു പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനുണ്ട്. കഴിഞ്ഞ ദിവസം കെ രാജനും അതിന് പിന്നാലെ മന്ത്രിയായ കെ ശശീന്ദ്രനും എല്ലാം തന്നെ ഈ ഒരു പ്രതീക്ഷ തന്നെ പ്രകടിപ്പിച്ചത് കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് പോലെയുള്ള, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ധനസഹായം ലഭിക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും കേന്ദ്ര സംഘം ഇവിടെയുണ്ട്. കേന്ദ്ര സംഘം ഇപ്പോൾ ഇവിടെ ഈ മാസം 31 വരെ കേന്ദ്ര സംഘം ഈ ദുരന്തബാധിത പ്രദേശങ്ങൾ, അതുപോലെ തന്നെ ഈ റിലീഫ് ക്യാമ്പുകളിൽ നിന്ന് മാറിയ കുടുംബങ്ങൾ, അവരുടെ സാഹചര്യങ്ങളെല്ലാം തന്നെ പഠിക്കും. അതിനനുസരിച്ച് അവർ കൊടുക്കുന്ന സമഗ്രമായ ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കേന്ദ്രത്തിൽ നിന്നുള്ള ധനസഹായം ലഭിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി ഓൺലൈനിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. അതും വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഒരുപക്ഷേ എത്ര ധനസഹായം എന്നുള്ള കാര്യമൊന്നും ഇതുവരെയും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം അത് ഈ കേന്ദ്ര സംഘത്തിൻ്റെ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും. അതായത് കേന്ദ്ര മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ കേന്ദ്രം നിശ്ചയിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. ആ തുക, അതിലൊരു ഇളവ്, ഈ ഇത്രയും വലിയൊരു മഹാദുരന്തമായതുകൊണ്ട് തന്നെ അതിലൊരു ഇളവ് വേണം എന്നുള്ളത് സംസ്ഥാനം ആവശ്യപ്പെടും. മുഖ്യമന്ത്രി പ്രധാനമായും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം അതായിരിക്കും. കാരണം നമുക്കറിയാം, സാധാരണ ഒരു വീട് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഫണ്ടാണെങ്കിൽ ചിലപ്പോൾ അത് വീട് നിർമ്മിക്കാനല്ല, ഫണ്ടായിട്ടാണെങ്കിൽ ചിലപ്പോൾ 5 ലക്ഷമോ 6 ലക്ഷമോ ആയിരിക്കും. പക്ഷേ ആ ഒരു ഇളവ്, ആ ഒരു മാനദണ്ഡത്തിലൊരു മാറ്റം വരുത്തണം എന്നുള്ളൊരു കാര്യം പ്രധാനമായും മുഖ്യമന്ത്രി ആവശ്യപ്പെടും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കേന്ദ്ര സംഘം 31 വരെ ഇവിടെയുണ്ട്. ഇന്നലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. മുണ്ടക്കയിലും അതുപോലെ തന്നെ ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും എല്ലാം തന്നെ സന്ദർശനം നടത്തി. അവർക്ക് ഉരുൾപൊട്ടലിൻ്റെ വ്യാപ്തി അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ സമഗ്രവുമായ റിപ്പോർട്ട് തന്നെയായിരിക്കും നൽകുക എന്ന് പ്രതീക്ഷിക്കുന്നതായി തന്നെയാണ് വയനാട് ജില്ലാ കളക്ടർ DK മേഘശ്രീയും പറയുന്നത്. ഒപ്പം തന്നെ തെരച്ചിൽ ഇപ്പോഴും ഉണ്ട്. ഒറ്റപ്പെട്ട തെരച്ചിൽ, ഭാഗികമായ തെരച്ചിൽ മാത്രമാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ഭാഗങ്ങൾ കിട്ടിയിരുന്നു. ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചില അസ്ഥിക്കൂടങ്ങളും മറ്റുമാണ് കിട്ടുന്നത്. ഇത് മനുഷ്യരുടേതാണോ മൃഗങ്ങളുടേതാണോ എന്നുള്ളത് തിരിച്ചറിയാൻ പോലും കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണുള്ളത്. അത് കൃത്യമായി തന്നെ DNA മറ്റും നടത്തി പരിശോധന നടത്തിയിട്ടാണ് മനുഷ്യൻ്റെതാണെന്ന് കണ്ടെത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. കാരണം ഈ ദുരന്തം നടന്ന് 1 മാസമാകാനായിട്ടുണ്ട്. ഇനി പഴയ ഒരവസ്ഥയായിരിക്കില്ല. കാരണം കിട്ടുന്ന മൃതദേഹങ്ങളിലെ എല്ലും മറ്റതും മാത്രമാണ് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തെരച്ചിൽ ഇന്നലെ ആനടിക്കാപ്പിലും മറ്റും തെരച്ചിലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള അവശിഷ്ടങ്ങൾ ഇന്നും മറ്റും കിട്ടിയിരിക്കുന്നത്. എന്തായാലും കാലാവസ്ഥ പ്രതികൂലമായില്ലെങ്കിൽ തെരച്ചിൽ തുടരും. തെരച്ചിൽ തുടരുന്നത് ആളുകൾ ആവശ്യപ്പെടുന്നത് പ്രകാരമാണ്. കാരണം ഇന്ന ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തണം, അവിടുന്ന് കാണാതായിട്ടുണ്ട് എന്നൊക്കെ ആളുകൾ ആവശ്യപ്പെടുന്നത് പ്രകാരം മാത്രമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഊർജിതമായൊരു തെരച്ചിലില്ല. കാരണം ഇനി അതിൻ്റെ ഒരു സാധ്യത എന്തായാലും ഇല്ല. കുറേ ആളുകളെ കാണാതായിട്ടുണ്ട്.
അങ്ങനെ ആളുകൾ സംശയം പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ് തെരച്ചിൽ നടക്കുന്നത്. ഒപ്പം തന്നെ ഈ ക്യാമ്പുകളെല്ലാം തന്നെ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ക്യാമ്പുകളും ഇപ്പോൾ മേപ്പാടിയിലും കൽപ്പറ്റയിലും റിപ്പണിലും എല്ലാമുള്ള കോട്ടനാടും എല്ലാമുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ അടച്ചിരിക്കുന്നു. ആളുകളെല്ലാം തന്നെ യഥാസമയം വാടക വീടുകളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള എടുത്ത് പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ 10:45 പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രി ഉന്നയിക്കും. ഓണം കടമെടുപ്പ് നമുക്കറിയാം 3000 കോടി രൂപ കടം എടുക്കാൻ അനുവദിക്കണം ഓണം ചെലവിനെന്ന് സംസ്ഥാനം ധനമന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചുള്ള അതിലെ സഹായം, അതിലെ കേന്ദ്ര മാനദണ്ഡങ്ങൾ ഒന്ന് ഇളവ് ചെയ്യണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുമെന്ന് മനസ്സിലാകുന്നു. അതോടൊപ്പം ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം കൂടി ആവശ്യപ്പെടും. അതിൽ ഒരു സഹായം ആവശ്യപ്പെടും, കേന്ദ്ര സഹായം ആവശ്യപ്പെടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശദമായ നിവേദനം പ്രധാനമന്ത്രിക്ക് നൽകുമെന്നാണ് വ്യക്തമാകുന്നത്. വിനേഷ്, മറ്റൊരു കാര്യം, അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ച സ്കൂളുകൾ അവിടെ അധ്യയനം ആരംഭിക്കുകയാണ്. നമ്മുടെ മേപ്പാടി സ്കൂളിൻ്റെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അവിടെ എനിക്ക് തോന്നുന്നു അടുത്ത മാസമാണ് അവിടെ പ്രവേശനോത്സവം അടക്കമുണ്ട്. ഒപ്പം ഈ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളടക്കം ആരംഭിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായി എന്ന് കരുതാം അല്ലെ? വിദ്യാഭ്യാസ വകുപ്പിന്റെയൊക്കെ ഒരു കാര്യമായ മേൽനോട്ടം ആ കുട്ടികളെ മാനസികമായി അവർക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. അവർക്ക് അത്തരത്തിലുള്ള പിന്തുണ കൂടി ആവശ്യമുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയായി എന്ന് കരുതാം അല്ലെ? രഞ്ജിത്ത്, വെള്ളാർമല സ്കൂൾ, അതായത് ഈ ദുരന്തത്തിൽപ്പെട്ട വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് 2-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങുക. കാരണം അവരെ മേപ്പാടി സ്കൂളിലെ കെട്ടിടത്തിലാണ് ഇനി വെള്ളാർമല സ്കൂൾ പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ കുട്ടികളെ അങ്ങോട്ട് 2-ാം തീയതി പ്രവേശനോത്സവത്തോടു കൂടിയായിരിക്കും ആരംഭിക്കുക എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. പക്ഷേ മറ്റുള്ള സ്കൂളുകൾ, അതായത് നമുക്കറിയാം റിപ്പണിലെയും മേപ്പാടിയിലെയും കൽപ്പറ്റയിലും എല്ലാം സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ചിരുന്നു. ഇവിടെയെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇവിടെയാണ് ഇപ്പോൾ ഇന്ന് സ്കൂൾ തുറക്കുന്നത്. അതിൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെ സ്കൂളുകൾ, കാരണം വലിയൊരു ഇടവേള വന്നിരിക്കുന്നു. കഴിഞ്ഞ 30-ാം തീയതി ഈ ദുരന്തം ഉണ്ടായതിന് പിന്നാലെ 30-ാം തീയതി പാതിരയ്ക്കാണ് ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇന്നലെ വരെ സ്കൂളുകൾ ഒന്നും തന്നെ തുറന്ന് പ്രവർത്തിച്ചിരുന്നില്ല. അത് അത്രത്തോളം വൈകിയിരുന്നു. അപ്പോൾ എന്തായാലും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഇവിടെ നിന്നുള്ള ആളുകളെ പൂർണ്ണമായും വാടക വീടുകളിലേക്ക് മാറ്റി ആ സ്കൂളുകൾ ക്ലീനിങ് ഉൾപ്പെടെയുള്ള ജോലി ആരംഭിച്ചത്. അതെല്ലാം തന്നെ ഇന്നലെ പൂർത്തിയായ മുറയ്ക്കാണ് ഇന്നിപ്പോൾ സ്കൂൾ ഇന്നലെയായിരുന്നു സ്കൂൾ തുറക്കേണ്ടത്. മന്ത്രി അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ശ്രീകൃഷ്ണ ജയന്തി കാരണം, അവധി കാരണം ഇന്നത്തേക്ക് തുറക്കുന്നതിലേക്ക് മാറ്റിയതാണ്. 2-ാം തീയതി വലിയ തോതിലുള്ള പ്രവേശനോത്സവത്തോടു കൂടിയായിരിക്കും സ്കൂൾ പ്രവേശനോത്സവം നടത്താനാണ്. കാരണം കുട്ടികളൊക്കെ മാനസികമായി, പ്രത്യേകിച്ച് വയനാട്ടിലെ കുട്ടികളൊക്കെ മാനസികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളെ ഇവിടെ കൊണ്ടുവരികയും മന്ത്രിമാരും മറ്റും പങ്കെടുപ്പിച്ചുകൊണ്ട് വർണ്ണാഭമായ രീതിയിൽ തന്നെ ഒരു പ്രവേശനോത്സവം കുട്ടികളുടെ മനസ്സ് നിറയ്ക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ കുട്ടികളിൽ ഒരു ആഹ്ലാദം ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിനുള്ള ഒരു പ്രവേശനോത്സവമാണ് എന്തായാലും ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അത് 2-ാം തീയതിയാണ് നടക്കുക. 2-ാം തീയതി ആയിരിക്കും വെള്ളാർമല സ്കൂൾ, ദുരന്തത്തിൽപ്പെട്ട വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ മേപ്പാടിയിലെത്തുക. മേപ്പാടിയിൽ ഒരു ബിൽഡിംഗ് ഈ വെള്ളാർമല സ്കൂളിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അവിടെ വെള്ളാർമല സ്കൂൾ പ്രവർത്തിക്കും. പുതിയ സ്കൂൾ വരുന്നത് വരെ കുട്ടികൾ ഇനി മേപ്പാടി സ്കൂളിലായിരിക്കും. തീർച്ചയായും വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ കാര്യം, അത് അവര് ഇതുവരെ കളിച്ചു പഠിച്ച മുറ്റത്ത് നിന്ന് അവർക്കൊട്ടും പരിചിതമല്ലാത്ത ഒരു സ്കൂൾ മുറ്റത്തേക്ക് അവർ അടുത്ത ആഴ്ച കടക്കുകയാണ് എന്നുള്ളതാണ്. അവർക്കൊപ്പം പഠിച്ച പലരും ഇല്ല, അവരെ സ്നേഹിച്ച് പഠിപ്പിച്ചൊപ്പം ഉണ്ടായിരുന്ന അധ്യാപകരില്ല. വലിയ മാനസിക സംഘർഷം തന്നെയായിരിക്കും ഉറപ്പായും ആ കുട്ടികൾ. കൗൺസിലിംഗ് അടക്കം നടത്തി അവരെ ഒരു പഴയ ജീവിതത്തിലേക്ക്, ഒരു പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ ഊർജിതമായി. കാരണം ഒരുപാട് കൗൺസിലേഴ്സുകൊണ്ടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ഈ ഒരു പ്രവേശനോത്സവം നടത്തുന്നത് പോലും കുട്ടികളുടെ ഒരു ആഹ്ലാദം അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് കാര്യം. എന്തായാലും അവർക്ക് ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിയട്ടെ, നന്നായി പഠിച്ച് മുന്നേറാൻ കഴിയട്ടെ അല്ലേ എന്ന് നമുക്ക്